വെൽക്കം ടു ഡേ 2 ഓഫ് ജോർജിയ. നമ്മൾ അത്യാവശ്യം നേരത്തെ എണീറ്റു കേട്ടോ. പിന്നെ പുറത്ത് നല്ല തണവാണ്. അതുകൂടാണ്ട് തന്നെ ഈ സിറ്റി രാത്രിയാണ് ഭയങ്കര വൈബ് കേട്ടോ. രാവിലെ കാണുകയാണെങ്കിൽ ഇത് ഭയങ്കര സൈലൻ്റാണ്. അങ്ങനെ നമ്മൾ കിച്ചണിലൊക്കെ പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എയർബിഎൻബി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ യൂട്ടൻസിൽസും ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുക്കിംഗ് കുറച്ചും കൂടി ഈസി ആയിരുന്നു. നമ്മൾ ഇന്നലെ സ്പാറിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഉള്ള സാധനങ്ങൾ വാങ്ങിയിരുന്നു കേട്ടോ. ബ്രെഡും മുട്ടയും പിന്നെ അതേപോലെ തന്നെ പാലൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രെഡും മുട്ടയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ കോഫിയും. ഈ ഒരു വീടിൻ്റെ അടുക്കളയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് എല്ലാവർക്കും ഇരുന്ന് സംസാരിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് കിച്ചൺ. എയർബിഎൻബി എടുക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജാണ് നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഒരു ഹോംലി ഫീലും കിട്ടും. അത് മാത്രമല്ല, ജോർജിയയിൽ ഫുഡ് ഇത്ര എക്സ്പെൻസീവ് സൈഡിലാണ്. നമുക്കിപ്പോൾ അടുത്തുള്ളൊരു ഓപ്ഷൻ മെക്ഡിയാണ്, പക്ഷേ അവിടെയും കുറച്ചൊരു എക്സ്പെൻസീവായിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു എക്സ്പെൻസ് നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് നമുക്ക് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആറാംസെ നമുക്ക് റെഡി ആയിട്ട് പുറത്ത് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടോ. റെഡി ആയത് വേറെ എവിടേക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്നും രാവിലെ നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, വൈകുന്നേരമാണ് നമ്മൾ പുറത്ത് പോണത് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് അനക്കൊക്കെ വന്നു തുടങ്ങി പുറത്ത് വണ്ടികളുടെ. അങ്ങനെ ഞാൻ ഈ ബാൽക്കണി കൂടെ നോക്കിയപ്പോഴാണ് ഈ തണവത്ത് വെയിൽ കായാനാകുന്നതുകൊണ്ട് പൂച്ചക്കുട്ടികൾ ഇങ്ങനെ അവിടെ ഇരിക്കണ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് ക്യാപ്ചർ ചെയ്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിൻ്റെ താഴെ എത്തിയിട്ടോ. അത്യാവശ്യം തണവുണ്ട് പുറത്ത്. അങ്ങനെ നമുക്ക് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റേയിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു കറൻസി എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോസ്റ്റാണ് പറഞ്ഞത് അവിടെ ചെയ്താൽ മതി, അവിടെ അത്യാവശ്യം നല്ല റേറ്റ് അവർ തരുമെന്ന്. അങ്ങനെ നമ്മളെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ വാക്കിംഗ് തുടരുകയാണ്. അപ്പോൾ ഇന്നലെ പോയ റൂട്ടല്ല, നമ്മൾ വേറെ റൂട്ടിലാണ് കേട്ടോ ഇന്ന് പോണത്. അങ്ങനെ ഞങ്ങളെ തന്നെ ട്രോളി കൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോയായിരുന്നു കേട്ടോ. ഒരു വൃദ്ധൻ, ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. അങ്ങനെ നമ്മൾ നടന്ന് അത്യാവശ്യം ദൂരം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ നടക്കുന്ന ഏരിയ അത്യാവശ്യം നല്ല തിരക്കും നല്ല ട്രാഫിക്കുള്ള ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഈ രാവിലെ നടക്കാൻ ഇറങ്ങിയ കാരണം മാത്രമാണ് അത്യാവശ്യം തിരക്കില്ലാണ്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം നിന്ന് വർത്താനം പറഞ്ഞ് കുറച്ച് വെയിലൊക്കെ കൊണ്ട് അങ്ങനെ നിന്നു. റൂമിൽ പോയിട്ടും പ്രത്യേകിച്ചൊരു പരിപാടി ഇല്ലാത്ത കാരണം നമ്മൾ മുന്നോട്ട് തന്നെ വീട്ടിൽ നടന്നു കേട്ടോ. അങ്ങനെ കുറേ മുന്നോട്ട് വന്നപ്പോഴാണ് നമ്മൾ ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്ക് കണ്ടത് കേട്ടോ. ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്ത കാരണം തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ ആ ഒരു ഏരിയ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തപ്പോഴേക്കും ദീപേഷ് ശ്രുതി എയർപോർട്ടിൽ എത്തിയെന്ന് അവർ പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ റൂമിലോട്ട് നടന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ക്യാപ്ചർ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ റൂം എത്താറായിട്ടോ തിരിച്ച്. അപ്പോൾ നമ്മുടെ വിൻഡോ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമായിരുന്നു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ കടകളും ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. ലേറ്റ് ആയിട്ടാണ് അവിടെ തുറക്കുള്ളൂ. അങ്ങനെ കുറേ നടന്നപ്പോഴേക്കും കുട്ടികൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മെക്ഡിയിൽ കയറിയിട്ട് അവർക്കുള്ള ബർഗർ വാങ്ങിച്ചു. അപ്പോൾ ബീഫ് ബർഗറാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ബർഗറിന്. ആക്ച്വലി ഇന്ത്യയിൽ മെക്ഡൊണാൾഡ്സിലൊന്നും ബീഫ് ബർഗർ അവൈലബിൾ അല്ല കേട്ടോ. ആ ക്ലിപ്പ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ രാത്രി നടന്നപ്പോൾ ഇവിടെ ചെറിയൊരു കോഫി ഷോപ്പ് കണ്ടിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു കോളേജ് സ്റ്റുഡൻസിൻ്റെ കേട്ടോ. എന്താണ് ഇത്ര റഷ് എന്ന് നോക്കിയപ്പോഴാണ് പറഞ്ഞത് അവിടെ കോഫിക്ക് ഭയങ്കര റേറ്റ് കുറവാണെന്നും പിന്നെ അവിടെ ജോർജിയൻ ഡോണറ്റ്സും കിട്ടുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അത് സിമ്പിൾ ആൻഡ് വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡോണറ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നലെ ഈ വഴി നടന്നപ്പോഴാണ് 2 മലയാളി കുട്ടികളെ കണ്ടത്. അപ്പോൾ അവരാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത്.
അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ദിബേഷും വന്നു. അങ്ങനെ അവർ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പതുക്കെ രാത്രി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാവരും എത്തി കഴിഞ്ഞപ്പോൾ നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് തിബ്ലീസി വന്നിട്ട് രാത്രി പുറത്തേക്ക് ഇറങ്ങാനാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ. നല്ല ലൈറ്റിങ്ങും നല്ലൊരു പ്രത്യേക വൈബ് തന്നെയാണ്. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ റെൻ്റേ കാർ എടുക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. ചെന്ന് പിറ്റേ ദിവസം തൊട്ട് നമ്മൾ പോരണം അന്ന് വരെ, അങ്ങനെയായിരുന്നു നമ്മുടെ പ്ലാൻ. നമ്മൾ ജോർജിയയിൽ 2 സ്ഥലങ്ങൾ കവർ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്, തിബ്ലീസിയും സ്റ്റെഫാൻസ്മിൻ്റെയും. തിബ്ലീസിയിൽ നിന്ന് സ്റ്റെഫാൻസ്മിൻ്റേക്ക് ഒരു റോഡ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. നമ്മുടെ ഈ സ്റ്റേയിൻ്റെ ഹോസ്റ്റ് ആയിട്ടുള്ള ജോ ആണ് നമ്മളോട് സജസ്റ്റ് ചെയ്തത് തിബ്ലീസിയിൽ നിങ്ങൾ റെൻ്റേ കാർ എടുക്കാത്തതാണ് നല്ലത്, കാരണം പാർക്കിംഗ് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതനുസരിച്ച് നമ്മൾ ബോൾട്ട് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ തിബ്ലീസിയിൽ എല്ലാ സൈറ്റ് സീയിങ്ങിനും പോയത്. ജോർജിയയിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നത് ജോർജിയൻ ലാംഗ്വേജ് ആണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് അവർക്ക് അത്ര അധികം വശമില്ല. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് അത്രയ്ക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ കൂടുതലും ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്ററാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് പെട്ടെന്ന് തന്നെ ഇരുട്ടാവും കേട്ടോ. ഇത് അത്ര സമയമൊന്നും ആയിട്ടില്ല. വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോഴേക്കും തന്നെ നല്ലോണം ഇരുട്ടായി തുടങ്ങും. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇപ്പോൾ മെയ്തൻ ബസാറിലേക്ക് ഇറങ്ങി കേട്ടോ. ഇത് വൺ ഓഫ് ദ ഫേമസ് ലൈക്ക് ടൂറിസ്റ്റ് സ്പോട്ടാണ് ടിബ്ലീസിയിൽ ഫോർ ഷോപ്പിംഗ്. ഈ മെയ്തൻ ബസാർ ഒരു ഹിസ്റ്റോറിക്കൽ ഷോപ്പിംഗ് സെൻറ്ററാണ് കേട്ടോ. ഈ മാർക്കറ്റ് ഉള്ളത് ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയയിലാണ് കേട്ടോ. മാർക്കറ്റിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. ഈ ആൻറ്റിക് പീസുകളും പിന്നെ അതേപോലെ തന്നെ വൈൻ സുവനിയേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ മെയ്തൻ ബസാറിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിനേക്കാളും എന്തുകൊണ്ടും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതാണ് കുറച്ചും കൂടി ഇക്കണോമിക്കൽ. മെയ്തൻ ബസാറിൻ്റെ ചുറ്റുവട്ടത്തും കുറേ അധികം ഷോപ്പിംഗ് സ്പോട്ടുകളുണ്ട് കേട്ടോ. ഈ മെയ്തൻ ബസാറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്ട്രീറ്റ് ഫുള്ള് ഈ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ നിറയെ ഹോട്ടൽസാണ് കേട്ടോ. എന്നിട്ട് അവർ പുറത്ത് ഡൈനിങ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സൈഡ് ഫുള്ള് സ്ട്രീറ്റ് ഷോപ്പിങ്ങും ആണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ സ്ഥലം കേട്ടോ. കുറേ അധികം ജ്വല്ലറീൻ്റെ ഷോപ്സും ലൈക്ക് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ്, അതുപോലെ തന്നെ ക്രോഷേ, അങ്ങനെ ഒരുവിധം എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസാണ്. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്ക് അങ്ങനെ വാങ്ങിക്കണം എന്ന് തോന്നിയാൽ പോലും അത് ഇത്രയധികം എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ അധികമൊന്നും വാങ്ങിയില്ല കേട്ടോ ഇതിൽ നിന്ന്.
സ്പെഷ്യലി നമ്മൾ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ എവിടെ പോയാലും അവർ ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് വയ്ക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെയും. മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ തിബ്ലീസി ഹിസ്റ്ററി മ്യൂസിയം കണ്ടത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ മ്യൂസിയം ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. മ്യൂസിയം മാത്രമല്ല 2-3 ഷോപ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഫുൾ അവിടെ ഷോപ്സാണ്. അതിലും 2-3 ഷോപ്സ് ക്ലോസ്ഡ് ആയിരുന്നു, കുറച്ച് മാത്രമേ ഓപ്പൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് പോയി കണ്ട് കുറച്ച് നേരം അവിടെ റിലാക്സ് ചെയ്തിരുന്നു കേട്ടോ. നിറയെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് കടയിലൊക്കെ കയറി അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. ഒരുവിധം എല്ലാം ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് തന്നെയായിരുന്നു കേട്ടോ. കാൻഡിൽസും പിന്നെ ബാഗ്, അതേപോലെ തന്നെ ജ്വല്ലറീസ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ജ്വല്ലറീസൊക്കെ. പക്ഷെ അവർ ഭയങ്കര അധികമാണ് റേറ്റ് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വാങ്ങിയില്ല. അത് നല്ല ടൂറിസ്റ്റ് സ്പോട്ടായ കാരണം തന്നെ അവർ ബാർഗെയിൻ ചെയ്തിട്ടും അവർ കുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള സോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ടൈപ്പ് സോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാത്ത് ബോംബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് സ്ട്രീറ്റ്. ആക്ച്വലി നിറയെ റെസ്റ്റോറൻറ്റ്സ് ആണ്, പക്ഷെ അവർ ഡൈനിങ് ഒക്കെ ചെയ്തിരിക്കുന്നത് പുറത്താണ്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ്. അവിടെ കൂടെ നടക്കാൻ തന്നെ നല്ല വൈബായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ഇന്നത്തെ സെക്കൻഡ് സ്പോട്ടാണ് വൈൻ ഗാലറി. അപ്പോൾ നമ്മൾ വൈൻ ടേസ്റ്റിങ്ങിനായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മളിതിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വേറൊരു വൈബാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറേ അധികം വെറൈറ്റി ഓഫ് വൈൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ട് പിന്നെ നമ്മൾ ഇവിടെയുള്ള ആൾ തന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന കാര്യത്തിലോട്ട് കടക്കുകയാണ് കേട്ടോ, വൈൻ ടേസ്റ്റിംഗ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വൈൻ ടേസ്റ്റ് ചെയ്യണേക്കാൾ മുമ്പ് ആ വൈനിൻ്റെ പ്രത്യേകതകളൊക്കെ ആൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. ജോർജിയയിൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ വൈൻ. ആ ടേസ്റ്റിൽ തന്നെ നമുക്കത് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വൈനിൻ്റെ ടേസ്റ്റ് അല്ല. ജോർജിയയിൽ പോവുകയാണെങ്കിൽ വൈൻ ടേസ്റ്റിംഗ് ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു വൈൻ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്നിട്ട് അത് റൂമിലേക്ക് വാങ്ങിയിട്ടോ. ജോർജിയയിൽ വേറൊരു ഫേമസ് ഡ്രിങ്കാണ് ചാച്ച. അത് ഈ വൈൻ ഷോപ്പിൽ അവൈലബിൾ ആണ്, പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് ആണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ചാച്ച. അപ്പോൾ ആൾ അതിനെപ്പറ്റി നമ്മളോട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ വാങ്ങിച്ച വൈനൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് തുറന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ Like, share and subscribe.